Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വെറൈറ്റി സ്നാക്കുകൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഇഫ്താറിന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് സമൂസ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ സമൂസൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സമൂസൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാളയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 3 സവാള അതേപോലെ കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ക്യാരറ്റും പൊട്ടറ്റോ ആണ്. അപ്പം ഒരു ക്യാരറ്റും ഒരു പൊട്ടറ്റും ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേണം. 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൊടുക്കുക. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ഇതേപോലെ ചെറുതായിട്ട് അതും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചിക്കനാണ്. അപ്പം ചിക്കന് പകരമായിട്ട് നമുക്ക് ബീഫ് വേണമെങ്കിൽ ബീഫ് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇന്ന് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത ചിക്കന് നമുക്ക് ഒന്ന് ചെറുതാക്കി എടുക്കണം കേട്ടോ. അപ്പം ഒന്നുകിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ഐറ്റംസ് റെഡി ആയാൽ പിന്നെ നമുക്ക് മസാല റെഡിയാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് വെളിച്ചെണ്ണയിലും മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം സവാള ഒരുപാട് വഴണ്ട് അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴണ്ട് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. നമുക്ക് ഈ ഒരു മസാലയിൽ സവാള അങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പം സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആയാൽ മതി. വെളുത്തുള്ളി, അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നേരത്തെ ചതച്ച് വെച്ചിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുമ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും, അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇതാ കിഴങ്ങും ക്യാരറ്റും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം മസാലപ്പൊടികൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം കുരുമുളക് പൊടി എരി നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്കൊരു 3/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ പൊടികളുടെയൊക്കെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറക്കാൻ മറക്കരുത് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ സമൂസ ഷീറ്റിൽ ഫില്ല് ചെയ്യാൻ. അപ്പം അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഈ പാത്രത്തിൽ തന്നെ വെക്കുക, പെട്ടെന്ന് ചൂടാറണമെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്തായാലും അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് അത് ഒട്ടിച്ചെടുക്കാനുള്ള മൈദ കൊണ്ടുള്ള ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കട്ടയാവും, പിന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സമൂസ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 1 hour മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ, പുറത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. ഇനിയിപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മുടെ ഒരു മസാല ഫില്ല് ചെയ്തിട്ട് മൈദ കൊണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ സമൂസ ഷീറ്റിൽ ഫില്ല് ചെയ്ത് സമൂസ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത്. ഇപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം സമൂസ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് പരന്നൊരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് 3 4 ഒറ്റ ഇത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് സമൂസ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് സമൂസ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സമൂസ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സമൂസ റെഡിയാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആവില്ലേ. അപ്പം ഓരോരുത്തരുണ്ടാക്കുന്നതും ഓരോ രീതിയിലാവുമല്ലോ. അപ്പം അങ്ങനെ കാണിച്ചതാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ കൂടുതൽ ഇഫ്താർ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.